സോണോസ് റോമി 2നെ പറ്റി പറയുകയാണെങ്കിൽ ഏകദേശം ഒരു മാസമായിട്ട് ഞാൻ സോണോസ് റോമി 2 യൂസ് ചെയ്യുക. എൻ്റെ ഫസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയുകയാണെങ്കിൽ ആദ്യം തന്നെ പെട്ടി പൊട്ടിക്കണു, ബ്ലൂടൂത്ത് ഓണാക്കണു, പാട്ട് വെക്കണു. ആൻഡ് ഡ്രൈവർ ഈസ് സോ ഗുഡ്. ഇതിൻ്റെ ഡ്രൈവർ എന്ന് പറഞ്ഞാൽ വളരെയധികം ക്രിസ്പും ക്ലാരിറ്റി ഉള്ളതാണ്. അത് കേട്ട് കഴിയുമ്പോൾ അതിനെ ഹാപ്പി ആയിരുന്നിട്ട് ഞാൻ അങ്ങ് കിടന്നുറങ്ങി. കുറച്ച് നേരം കഴിഞ്ഞ് ഓഫാക്കിയിട്ട് കിടന്നുറങ്ങി. അത് കഴിഞ്ഞിട്ട് എഴുന്നേറ്റിട്ട് ഞാൻ ഇതിൻ്റെ വൈഫൈ ഓണാക്കുന്നു വിചാരിച്ചു. അതെ, ഇതിന് വൈഫൈയും ബ്ലൂടൂത്തും ഉണ്ട്. ഇതൊരു സ്മാർട്ട് സ്പീക്കറാണ്, സാധാരണ ഒരു കൺവെൻഷണൽ സ്പീക്കറല്ല. കൺവെൻഷണൽ സ്പീക്കറാണെന്ന് വിചാരിച്ചുകൊണ്ട് ഒരു കൺവെൻഷണൽ ബ്ലൂടൂത്ത് സ്പീക്കറാണെന്ന് വിചാരിച്ച് ആരും പോയി മേടിക്കരുത്. ഇതെന്നിട്ട് ഞാൻ വൈഫൈ പെയർ ചെയ്യാൻ വേണ്ടി എൻ്റെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് പെയർ ചെയ്യാൻ ശ്രമിച്ചു. 10-50 പ്രാവശ്യം ശ്രമിച്ചു, നടക്കുന്നില്ല, പെയർ ആവുന്നില്ല. ആശാൻ പറയുന്നത് എൻ്റെ വൈഫൈ പാസ്വേഡ് തെറ്റാണ്. മോഡം പോയി റീബൂട്ട് ചെയ്യാനാണ് പറഞ്ഞത്. ഇപ്പോൾ ഞാൻ ചെയ്യാം, എനിക്ക് തെറി കിട്ടും. അതുകൊണ്ട് മോഡം പോയി റീബൂട്ട് ചെയ്യാൻ പോയില്ല. ഞാൻ നേരെ യൂട്യൂബിൽ കയറി ഒരു വീഡിയോ നോക്കി. അപ്പോഴാണ് മനസ്സിലായത് സോണോസ് റോമി 2ൻ്റെ പ്രശ്നങ്ങളെപ്പറ്റി പറയുന്ന വീഡിയോ ഒന്നുമില്ല. പകരം സോണോസ് എന്ന ആ ബ്രാൻഡിൻ്റെ മിക്ക പ്രോഡക്ട്സിൻ്റെയും ഒരു പ്രശ്നം പറയുന്ന വീഡിയോ ഇവിടെ കിടക്കുന്നുണ്ട്. വൈഫൈയുമായിട്ട് പെയർ ആവുന്നില്ല. അവർ പറഞ്ഞ് റീബൂട്ട് ചെയ്യാനാണ്. ഞാൻ എനിക്ക് 2 പ്രാവശ്യം കണ്ട് റീബൂട്ട് ചെയ്തു. 2 പ്രാവശ്യം റീബൂട്ട് ചെയ്ത് എങ്ങനെയൊക്കെയോ ഞാൻ ശരിയാക്കി എടുത്തു. അതുപോലെ തന്നെ മറ്റൊരാളുടെ റിവ്യൂ ഞാൻ കണ്ടു. അയാളും പറയുന്ന അയാൾക്കും ഈ സ്ട്രഗിൾ ഉണ്ടായത്. അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. 21,000 രൂപ കൊടുത്ത് ഇന്ത്യയിൽ ഒരു വ്യക്തി ഇത് മേടിക്കുമ്പോൾ അയാളെ ചിലപ്പോൾ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഫസ്റ്റ് കാര്യം എന്ന് പറഞ്ഞാൽ ഒരു വലിയ ബഗ്ഗായിരിക്കും. ആദ്യം തന്നെ ഇവൻ്റെ ലുക്കിനെ പറ്റി പറയുകയാണെങ്കിൽ എങ്ങനെയാണോ റോം 1 ഇരുന്നത് അതുപോലെ തന്നെയാണ് റോം 2 ഇരിക്കുന്നത്. അതുപോലെ തന്നെ പുള്ളിയുടെ ബോഡി ഡ്രോപ്പ് റെസിസ്റ്റൻ്റ് ആണ്. കാരണം പോളി കാർബണേറ്റും കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പ്ലാസ്റ്റിക് അല്ല, പ്ലാസ്റ്റിക് പോലെ തോന്നും. കൊട്ടി നോക്കി മനസ്സിലാവും പോളി കാർബണേറ്റും കൊണ്ടാണ്. അതുപോലെ തന്നെ പുള്ളി ചെറിയ രീതിയിലൊക്കെ നിലത്തി അടിയ പ്രത്യേകിച്ചൊന്നും പറ്റൂലായിരിക്കും. പക്ഷെ കൂടുതൽ ആഘാതം കൊടുത്ത എന്ത് സാധനം പൊട്ടും, ഇതും പൊട്ടും. പക്ഷേ പ്ലാസ്റ്റിക്കിനേക്കാളൊക്കെ വേ ഹാർഡറാണ്. അതുപോലെ തന്നെ IPX67 വാട്ടർ ആൻഡ് ഡസ്റ്റ് റെസിസ്റ്റൻസി ഉണ്ട് എന്നും വിചാരിച്ച് ഇത് ഔട്ട്ഡോർ സ്പീക്കറെന്ന് വിചാരിക്കില്ല. ഒന്നാമത്തെ കാര്യം, ഇതിൻ്റെ ഫുൾ പൊട്ടൻഷ്യൽ വർക്കാണെങ്കിൽ ഇതൊരു വൈഫൈയുടെ അണ്ടറിൽ വെക്കണം. വൈഫൈയുടെ അണ്ടറിൽ നിന്ന് നിങ്ങൾ ആ റേഞ്ചിൽ നിന്ന് പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ ഇത് വെറും ഒരു ബ്ലൂടൂത്ത് സ്പീക്കറായിട്ടേ വർക്കാവത്തുള്ളൂ. ഒരു 15% ബ്ലൂടൂത്ത് സ്പീക്കറും 85% സ്മാർട്ട് സ്പീക്കറുമാണ്. അപ്പം നിങ്ങൾ പുറത്തോട്ട് കൊണ്ടുപോയിരിക്കട്ടെ. ഇപ്പം നിങ്ങളൊന്ന് വിചാരിക്കണം, ഈ JBL Flip 6 എന്ന് പറഞ്ഞാൽ അതിൻ്റെ മാക്സിമം പവർ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ 30 വാട്ടാണ് പവർ ഔട്ട്പുട്ട്. 3 ബാൻഡിൻ്റെ ഇക്വലൈസർ ഉണ്ട്. ഇതിൻ്റെ സെയിം സൈസുള്ള സോണോസ് റോമി 2ൻ്റെ പവർ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ മാക്സിമം പവർ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ 10 വാട്ടേ ഉള്ളൂ. അതുപോലെ തന്നെ 2 ബാൻഡിൻ്റെ ഇക്വലൈസർ. അത് 2 ബാൻഡിൻ്റെ ഇക്വലൈസർ. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് എന്തോരം പെർഫോമൻസ് ഓറിയൻറ്റഡ് ആണ്. പെർഫോമൻസ് കുറഞ്ഞ സാധനങ്ങൾ നിങ്ങൾ പുറത്തോട്ട് എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ, ഔട്ട്ഡോറിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഈ സാധനത്തിൻ്റെ ഇത് കുറയും, ഇമ്പാക്റ്റ് കുറയും. അതുപോലെ തന്നെ അതിൽ ഒരു ബാൻഡ് ട്രബിളും ഒരു ബാൻഡ് ബേസും. ഈവൻ ഞാൻ വിചാരിച്ചു ഇനി ബേസ് ഇത്ര കുറഞ്ഞു കൊടുക്കുന്നതുകൊണ്ടായിരിക്കും ഇത്ര ഒരു ബേസ് ഇല്ലാത്തതെന്ന്. അപ്പോൾ തന്നെ ഞാൻ എല്ലാം പൊക്കിയിട്ടിട്ട് ഞാൻ എൻ്റെ ടേബിളിലേക്ക് വെച്ചിട്ട് പാട്ടം കൊണ്ടാക്കി. എൻ്റെ ടേബിൾ വൈബ്രേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു, പക്ഷേ എനിക്ക് ബേസ് ഒന്നും കിട്ടിയില്ല. ഞാൻ ഇതിനെ കളിയാക്കാൻ വേണ്ടി കാണിക്കുന്നതല്ല. ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് പാട്ട് ഇങ്ങനെ വെച്ച് നമ്മൾ രസിപ്പിക്കാനല്ല, അല്ലെങ്കിൽ ഒരു ഓഡിയോ എക്സ്പീരിയൻസിന് വേണ്ടിയല്ല. ഇതൊരു സ്മാർട്ട് സ്പീക്കർ. അല്ലെങ്കിൽ ഇതിന് ക്ലോസർ കമ്പാരിസൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആമസോണിൻ്റെ എക്കോ ഇല്ലേ, അതാണ് ഇതിൻ്റെ ക്ലോസർ കമ്പാരിസൺ ഇതുമായിട്ട്. അതാണ് ഇതിൻ്റെ കോമ്പറ്റീറ്റർ. അല്ലാണ്ട് ഒരു JBLൻ്റെ സ്പീക്കറോ അല്ലെങ്കിൽ സൗണ്ട് കോറിൻ്റെ സ്പീക്കറോ അല്ലെങ്കിൽ സ്കൾ ക്യാൻഡിയുടെ സ്പീക്കറുണ്ട്. അങ്ങനെയുള്ള സാധനങ്ങളൊന്നും അല്ല ഇതിൻ്റെ കോമ്പറ്റീറ്റേഴ്സ്. സോ നിങ്ങൾ മേടിക്കുവാണെങ്കിൽ, ഞാൻ മേടിക്കണമെന്ന് റെക്കമെൻഡ് ചെയ്യില്ല, അതിന് കാരണങ്ങളുണ്ട്, ഞാൻ പറഞ്ഞുതരാം. പക്ഷെ മേടിക്കുവാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക ഇതൊരു കൺവെൻഷണൽ സ്പീക്കർ അല്ല. പിന്നെ ഇവൻ്റെ സോഫ്റ്റ്വെയർ സൈഡിനെ പറ്റി പറയുവാണെങ്കിൽ ഇതിനകത്ത് കുറേ ഫീച്ചേഴ്സ് ഉണ്ട്. അതിനകത്തൊന്നാണ് നമ്മുടെ ആമസോണിൻ്റെ അലക്സയോട് എന്ത് ചോദിച്ചാലും പുള്ളിക്കാരത്തി ഉത്തരം തരും. സാധാരണ അലക്സ കൊണസ്റ്റ് പിടിച്ച ചോദ്യങ്ങൾ ചോദിക്കല് പുള്ളിക്കാരത്തി ഭയങ്കര മുടയാടേ, പരിഷ്കാരിയാണ്. അതുപോലെ തന്നെ സോണോസിൻ്റെ സ്വന്തം വോയിസ് അസിസ്റ്റൻറ്റും ഉണ്ട്. നമ്മുടെ അലക്സേനൊക്കെ വെച്ച് നോക്കുമ്പോൾ പുള്ളിക്ക് ലേശം ബുദ്ധി കുറവാണ്. പുള്ളിയുടെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ബേസിക് ഫങ്ഷൻസ് നോക്കുക. ബേസിക് ഫങ്ഷൻസ് എന്ന് പറഞ്ഞാൽ പ്ലേ മ്യൂസിക്, നെക്സ്റ്റ്, പോസ് എന്നിവ, വോളിയം അപ്പ് ഡൗൺ എന്നിവ പരിപാടി. പിന്നെ നിങ്ങൾ ആപ്ലിക്കേഷനിൽ പോയിട്ട് നിങ്ങൾ സിറ്റി സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, നിങ്ങൾ താമസിക്കുന്ന സിറ്റി ആ ഒരു ഏരിയ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ വെതർ ചോദിച്ചു കഴിഞ്ഞാൽ പുള്ളി വെതർ പറഞ്ഞു തരും. ഞാൻ കാണിച്ചു തരാം. ഹേയ് സോണോസ്, വാട്ട്സ് എ വെതർ ടുഡേ? Expect cloudy skies today. Temperatures will stay around 3 degrees. ഞാൻ ഇപ്പോഴും പറയുക, എനിക്ക് കുറേ ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായി. പക്ഷേ അപ്പോഴും ഞാൻ പ്ലസ് പോയിൻറ്റ്സിനെ പറ്റി പറയണം. പ്ലസ് പോയിൻറ്റ്സിനകത്തൊന്നാണ് നമുക്കൊരു ലെവൽ ഓഫ് ക്വാളിറ്റി ഫീൽ ചെയ്യും. നമ്മളൊരു ചൈനീസ് പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്ന പോലെ ഒന്നും നമുക്ക് തോന്നത്തില്ല. അതുപോലെ തന്നെ സോണോസിനോട് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി അലാറം സെറ്റ് ചെയ്ത് തന്നോളും. നിങ്ങൾ വോയിസ് കമാൻഡ് കൊടുത്താൽ മതി എന്നും വിചാരിച്ച് ഞാൻ അങ്ങനെ ഒരു പരിപാടി നടത്തിയതാണ്. ഞാൻ അലാറം സെറ്റ് ചെയ്തു, അത് കഴിഞ്ഞ് പുള്ളി അക്സെപ്റ്റ് ചെയ്തു എന്നുള്ള ടൂൺ എനിക്ക് വന്നു. ഞാൻ കിടന്നുറങ്ങി. ഞാൻ എഴുന്നേറ്റ് വേറെ ഏതോ സമയത്താണ്
അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അലാറം അടിച്ചിട്ടില്ല, ഇവൻ സ്ലീപ്പായി കിടക്കുക. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇവൻ്റെ ബാറ്ററി സെവർ ഡിഫോൾട്ടായിട്ട് ഓണാണ്. അത് ഞാൻ ഓഫാക്കി ഇട്ടു. പിന്നെയും ട്രൈ ചെയ്തു, പിന്നെയും വർക്കായില്ല. അന്നേരം എനിക്ക് തോന്നി ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ, ഇത് റിലയബിൾ അല്ലല്ലോ. ഇപ്പം നിങ്ങളൊരു ഓഫീസിൽ പോകുന്ന വ്യക്തി, ഇത് നിങ്ങൾ വിശ്വസിച്ച് നിങ്ങൾ അതും കേട്ട് നിങ്ങളെ വോയിസ് കമാൻഡ് ആദ്യമായിട്ട് നിങ്ങൾ സെറ്റ് ചെയ്തിട്ട് കടന്നുറങ്ങിയ ഇവൻ അടിച്ചില്ല എന്ത് ചെയ്യും? അത് കഴിഞ്ഞ് പിന്നെ ഞാൻ കുത്തിയിട്ട് കഴിഞ്ഞപ്പോൾ ഇത് ഫുൾ ഓൺ ആയിരിക്കുന്നുണ്ട്. അന്നേരം അലാറം അടിക്കുന്നുണ്ട്. പിന്നെ ഒരു ദിവസം ഒന്നും ഇല്ലാണ്ട് കുത്തിയിട്ടിട്ട് മാറ്റി വെച്ചേക്കും, ഇത് സ്ലീപ്പായി കിടക്കുക. ഞാൻ പണ്ട് എപ്പോഴോ വെച്ച അലാറം അടിക്കുക പിന്നെ കിടന്ന്. അന്ന് എനിക്ക് തോന്നി ഇതെന്താ ഇങ്ങനെ കിടന്ന് കാണിക്കണേ. ഒന്നാമത്തെ കാര്യം, ഞാൻ പിന്നെ സെറ്റ് ചെയ്ത അലാറം ഒന്നും ഞാൻ വോയിസ് കമാൻഡ് കൊടുത്ത് സെറ്റ് ചെയ്തതല്ല, ഞാൻ ഇതിൻ്റെ ആപ്ലിക്കേഷനിൽ പോയിട്ട് സെറ്റ് ചെയ്ത അലാറം. അതുപോലെ തന്നെ അലാറത്തിൻ്റെ ടൂൺ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഏത് പാട്ട് വേണമെങ്കിൽ സെലക്ട് ചെയ്യാം. പക്ഷേ ഒരു കണ്ടീഷനുണ്ട്, നിങ്ങൾ ഏതെങ്കിലും മ്യൂസിക് ആപ്ലിക്കേഷനകത്തേക്ക് ലോഡ് ഇടണം. ഞാൻ യൂട്യൂബ് പ്രീമിയം യൂസ് ചെയ്യുന്ന ആളാണ്. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് ഇത്ര സ്മൂത്തായിട്ട് കിട്ടിയെന്ന് അറിയാൻ പറ്റില്ല. ഞാൻ യൂട്യൂബ് പ്രീമിയം എടുത്തിട്ട് ഇതിനകത്തേക്ക് ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൽ നിന്ന് തന്നെയാണ് ഞാൻ പാട്ടും കേൾക്കുന്നത്, അതിൽ നിന്ന് തന്നെയാണ് ഞാൻ അലാറം സെറ്റ് ചെയ്യുന്നത്. പാട്ട് കേൾക്കണമെങ്കിൽ നിങ്ങൾ ബ്ലൂടൂത്ത് ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു ഇൻറ്റിമേറ്റ് കണക്ഷൻ കാണും ഈ സ്പീക്കറിന് നിങ്ങളുടെ ഫോണുമായിട്ട്. അതല്ലാണ്ട് നിങ്ങൾ വൈഫൈയുടെ അണ്ടർ കണക്ട് ചെയ്യുമ്പം നിങ്ങൾ ഒരു ഇൻറ്റിമേറ്റ് കണക്ഷൻ ഇല്ല. പകരം ഇതിനകത്തേക്ക് നിങ്ങളൊരു ആപ്പ് ലോഡ് ചെയ്തിടണം. ആ ആപ്പ് പ്ലേ മ്യൂസിക് എന്ന് പറയുമ്പോൾ അവൻ ആപ്പിൽ നിന്ന് എടുത്തിട്ടാണ് ഇവൻ പാട്ട് നിങ്ങൾക്ക് കേൾപ്പിച്ച് തരുന്നത്. പിന്നെ ഇതിനകത്ത് ആപ്പിൾ എയർപ്ലേ ഉണ്ട്, എന്ന് വെച്ചാൽ ആപ്പിൾ ഡിവൈസസ് ഉള്ളവർക്ക് അത് വെച്ച് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇക്കോസിസ്റ്റമാണ്. അൺഫോർച്ചുനേറ്റ്ലി ഞാൻ അത് യൂസ് ചെയ്തില്ല, കാരണം ഇതിൻ്റെ കൂടെ 1, 2, 3 ഇതുപോലെ തന്നെ സോണോസിൻ്റെ വേറെ പ്രോഡക്റ്റ് മേടിക്കേണ്ടി വരും. ഇപ്പോൾ ഒരു ഇന്ത്യയിൽ ഒരാൾ 21,000 രൂപ കൊടുത്ത് ഒരു സോണോസ് റോമിറ്റ് വാങ്ങി, അതിൻ്റെ കൂടെ പിന്നെയും നിങ്ങൾ കാശ് കൊടുത്ത് സോണോസിൻ്റെ വേറെയും പ്രോഡക്റ്റ് വാങ്ങിയിട്ട് ഒരു വൈഫൈയുടെ അണ്ടറിൽ ഇതെല്ലാം കൂടെ ഒരുമിച്ച് ഗ്രൂപ്പ് ചെയ്തിടണം. ഒരു അക്കൗണ്ട് വഴി ഗ്രൂപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഓർണത്തിനോട് തന്നെ ഇട്ട് കമാൻഡ് കൊടുത്ത് ബാക്കി ഉള്ളതിനും കൂടെ കമാൻഡ് കൊടുക്കാൻ പറ്റും. എന്ന് വെച്ചാൽ അവരൊരു ഇക്കോസിസ്റ്റം സൃഷ്ടിക്കുക, എന്ന് വെച്ചാൽ അവിടെ ഒരു നെറ്റ്വർക്ക് സൃഷ്ടിക്കുക. ഇതിൻ്റെ പ്രോഡക്ട്സ് അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, നമുക്ക് കമാൻഡ് കൊടുക്കാൻ, നമുക്ക് അവരെ സെപ്പറേറ്റ് ചെയ്യാം, നമുക്ക് അവരെ കൊണ്ട് പല പരിപാടികളും പറ്റും. ഓരോ സ്പീക്കറിനും ഓരോ റൂമിൽ വെച്ചിട്ട് ബെഡ്റൂമിനും ബാത്റൂമിനും കിച്ചണിനൊക്കെ കൊടുത്ത് നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. അതാണ് ഇതിൻ്റെ എക്കോസിസ്റ്റം. പക്ഷേ അത് നിങ്ങൾ യൂസ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഇനിയും കാശ് കൊടുക്കേണ്ടി വരും. എനിക്ക് അറിയാൻ മേല ഇതെന്തുകൊണ്ടാണ് ഇതൊരു സിഗ്നിഫിക്കൻറ്റ് പ്രോഡക്റ്റ് ആയിട്ട് ആൾക്കാർ കാണുന്നത്. പലരും പറയണ ഇതെന്തോ വലിയ ലെജൻഡാണ്, സോണോസ് ഭയങ്കര വലിയ കമ്പനിയാണെന്നൊക്കെ പറയുന്നുണ്ട്. 21,000 രൂപ ഓവർ പ്രൈസ്ഡ് ആണ്. ഞാൻ മേടിച്ച 15,000 രൂപയുടെ ഇക്വലുവെൻറ്റില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? 21,000 രൂപ ഓവർ പ്രൈസ്ഡ് അല്ല, 21,000 റുപ്പീസ് ഓവർ പ്രൈസ്ഡ് ആണ്. അത്രയും പ്രൈസ് കൊടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഒന്ന് സാക്രിഫൈസ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഇതിന് ഇത്രയും അൺറിലയബിൾ ആയിട്ടുള്ളൊരു സാധനം മേടിക്കേണ്ട ആവശ്യമില്ല. പകരം നിങ്ങൾ പോയിട്ടൊരു ആമസോണിൻ്റെ എക്കോ വാങ്ങുക. ആമസോണിൻ്റെ എക്കോ വാങ്ങിക്കഴിഞ്ഞാൽ ഏതെങ്കിലും വീടിൻ്റെ ഒരു സൈഡിൽ ഇരുന്നോളും. അത് ചെയ്യേണ്ട പരിപാടി വൃത്തിയായിട്ട് ചെയ്യും. ഒരിക്കലും നമ്മളെ അൺറിലയബിലിറ്റിയിലേക്ക് കൊണ്ടുപോയി ചാടിച്ച് നമ്മളെ ശരിക്കും പറഞ്ഞാൽ ബിട്രേ ചെയ്യത്തില്ല ഇടയ്ക്ക് വെച്ച്. പക്ഷേ ഈ സാധനം ഭയങ്കരമായിട്ട് തന്നെ ബിട്രേ ചെയ്തിട്ടുണ്ട്. ചില സമയത്ത് അടിക്കും, ചില സമയത്ത് അടിക്കുകയില്ല. അതുകൊണ്ട് ഞാൻ ഈ സാധനത്തിന് വെറുത്തു, പതിയെ വെറുത്തു. ആദ്യത്തെ ആ ഡ്രൈവറിൻ്റെ ക്വാളിറ്റി എന്നൊക്കെ പറഞ്ഞാൽ പക്കാ ക്വാളിറ്റിയാണ്, ബേസ് ഇല്ലെന്നുള്ളൂ, നല്ല ക്വാളിറ്റിയാണ്. പക്ഷേ അൺറിലയബിലിറ്റി ഭയങ്കര വിഷയമാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ, ഇത് ഇനി എനിക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റില്ല. കാരണം എനിക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റത്തില്ല, എൻ്റെ എക്സ്പീരിയൻസ് ഇതാണ്. അതുപോലെ തന്നെ നിങ്ങൾ ഇനി ഇതിൻ്റെ ഫുൾ എക്സ്പീരിയൻസ് കിട്ടണമെങ്കിൽ നിങ്ങൾ ഇനിയും കാശ് കൊടുക്കണം. എനിക്കറിയാമല്ലോ എന്തുകൊണ്ടാണ് നിങ്ങൾ സോണോസിന് വേണ്ടി സ്പെൻഡ് ചെയ്യേണ്ടതെന്ന്. നിങ്ങൾക്ക് പെർഫോമൻസ് ഓറിയൻറ്റഡ് സ്പീക്കർ വേണമെങ്കിൽ സാധാരണ ഒരു ബ്ലൂടൂത്ത് സ്പീക്കർ മേടിക്കുക. 21,000 റുപ്പീസിന് നല്ല സാധനങ്ങൾ കിട്ടും. അതുപോലെ തന്നെ നിങ്ങൾക്കൊരു സ്മാർട്ട് സാധനം വേണ്ടെങ്കിൽ, ഒരു സ്മാർട്ട് ഡിവൈസ് വേണ്ടെങ്കിൽ നിങ്ങൾ ആമസോൺ എക്കോയിലൊക്കെ പോയി മേടിക്കുക. ആമസോൺ എക്കോയുടെ പല വേർഷനുണ്ട്, സ്ക്രീനുള്ളതുണ്ട്. എനിക്ക് തോന്നുന്നു അതിന് ഇതിനൊക്കെ വില കുറവാന്ന് തോന്നുന്നു. അത് മേടിക്കുന്നതായിരിക്കും ഭേദം. സോ വയേർഡാണെന്നുള്ളൂ. ഒന്നാമത്തെ കാര്യം ആമസോൺ എക്കോ ഇതും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ അത് വയേർഡാണ്, ഇത് വയർലെസ് ആണ്, അത്രേ ഉള്ളൂ. എനിക്ക് റെക്കമെൻഡ് ചെയ്യാൻ പ്രത്യേകിച്ച് ഒരു ഔട്ട്കം ഇല്ല. എന്ന് വെച്ചാൽ ഒരു എന്തെങ്കിലും ഒരു കാര്യം വേണം നമുക്ക് റെക്കമെൻഡ് ചെയ്യാൻ. ഒരു നല്ലൊരു ഡ്രൈവർ ഉണ്ടായിട്ട് കാര്യമില്ലോ, ബാക്കിയെല്ലാം ഇതിൻ്റെ ഫ്ലോപ്പാണ്. അതുകൊണ്ട് ഒന്നാമത്തെ കാര്യം നിങ്ങളുടെ ഇഷ്ടമാണ്, നിങ്ങൾ എന്ത് മേടിക്കണം എന്നുള്ളൂ. പക്ഷേ എനിക്ക് നിങ്ങളോട് പറയാൻ പറ്റും, ഇതെനിക്ക് ഇങ്ങനത്തെ എക്സ്പീരിയൻസ് ഉണ്ടായി. എൻ്റെ ഒപ്പീനിയനാണ്, ഇത് റെക്കമെൻഡ് ചെയ്യാൻ ചെയ്യത്തില്ല, ഇത് മേടിക്കണമെന്ന് പറയത്തില്ല. ഇത് റീപ്ലേസ്മെൻ്റ് ഉള്ള സാധനമാണ്. ഇതിന് പകരം നിങ്ങൾക്ക് ആമസോൺ എക്കോ മേടിക്കാം. പിന്നെ പെർഫോമൻസ് വേണ്ടവർക്കാണ് 21,000 രൂപയ്ക്ക് നല്ല സ്പീക്കറുകൾ കിട്ടും. സോ ഗോ ആൻഡ് ബൈ ദാറ്റ്. പൈസ ഇൻവെസ്റ്റ് ചെയ്യുമ്പം നല്ല സാധനങ്ങൾ ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുക. ഇതൊക്കെ തന്നെയാണ് എനിക്കിതിനെ പറ്റി പറയാനുള്ളത്. അടുത്ത മിക്കവാറും സ്കൾ ക്യാൻഡിയുടെ ക്രഷർ റിവോ എന്ന് പറഞ്ഞ ഹെഡ്ഫോണിൻ്റെ ഒരു റിവ്യൂ ആയിരിക്കും. അതിപ്പോൾ ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അതിൻ്റെ റിവ്യൂ ആയിട്ട് വരുന്നവരെ ടാറ്റ.